ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ 2 പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യാണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഒരുപാട് ദിവസമായി. നമുക്ക് ഓണത്തിനായിരുന്നു ആ ഒരു ഓർഡർ വന്നിരുന്നത്. അപ്പോൾ അത് ഓണത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പല തിരക്കും ഉണ്ടായപ്പോൾ പിന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ നേരം വൈകി. ഇത് കസ്റ്റമർ തന്നെ ക്ലോത്ത് തന്നതായിരുന്നു. അത് ഒരു കോൺട്രാസ്റ്റ് കളറിലാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു റെഫറൻസ് പിക്ക് കണ്ടിട്ട് അതുപോലെ തന്നെയാണ് ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു ടോപ്പിനുള്ള ക്ലോത്ത്. നമ്മൾ 1.5 മീറ്ററാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് പാവാടക്ക് ബോർഡർ വെക്കാണ്ടായിരുന്നു. അതാണ് ഞാൻ ആദ്യം കട്ട് ചെയ്ത് എടുക്കുന്നത്. ബോർഡറിൻ്റെ ടോപ്പിലായിട്ട് നമുക്കൊരു മിറർ ലേസ് കൂടി ആഡ് ചെയ്യാണ്ട്. പിന്നെ നമുക്ക് പാവാട വന്നിട്ടുള്ള നല്ലൊരു ക്രീം കളറിലായിരുന്നു. ക്രീം കളറിൽ നല്ല പ്രിൻ്റുള്ള ബ്രൊക്കേഡ് ക്ലോത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ചേരുമ്പോൾ നല്ലൊരു കോംബോ ആയിട്ട് കിട്ടും. പിന്നെ ഇതിൽ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ സ്ലീവിന് പകരം നമ്മളവിടെ പ്ലീറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് 3 ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അത് 4 ഇഞ്ചിലൊക്കെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അത് ഞാൻ 2 സൈഡിലും കരടിച്ച് പോവാണ്ട്, അപ്പോൾ അതിന് 3 ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ലൈനിങ്ങുമ്മൽ മെഷർമെൻറ്റ് എടുത്തുകൊണ്ട് കട്ട് ചെയ്ത് വെച്ച ടോപ്പിൻ്റെ ക്ലോത്ത് ഫുള്ളായിട്ട് ഞാൻ ഇതിൽ വെച്ചുകൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് മാത്രം ഫ്രണ്ട് പാർട്ടത് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഫ്രണ്ട് പാർട്ട് ഒഴിവാക്കിയതിന് ശേഷം ബാക്ക് പാർട്ടിൽ നമ്മൾ വീനെക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് താഴ്ത്തിയിട്ടാണ് വീനെക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിൻ്റെ താഴെ ഹൂക്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രണ്ട് പാർട്ട് ഒഴിവാക്കിയതിന് ശേഷം ബാക്ക് പാർട്ട് ഞാൻ വെട്ടിയെടുത്ത് പിന്നെ ഞാൻ ഈ വർക്ക് ക്ലോത്തുമ്പോൾ നമുക്ക് വെട്ടിയെടുക്കാനുള്ളത്. ഇതിന് ബാക്കിൽ വലിയൊരു ബോയും പിന്നെ ടെയിലും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ക്ലോത്താണ് ഞാൻ പിന്നെ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് ഞാൻ ഷിഫ്റ്റ് നെറ്റും ലൈനിങ്ങും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കുറച്ച് കട്ടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഒരുപാട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്ലീവിന് പകരം അവിടെ ചെറുതായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നതാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇത് പാവാടൻ്റെ ബോട്ടം പാർട്ടിൽ നമ്മൾ ടോപ്പിൻ്റെ ക്ലോത്ത് വെച്ചുകൊണ്ട് ബോർഡർ വെച്ചില്ല, അതിൻ്റെ മുകളിലാണ് ഈ ഒരു മിറർ ലേസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോസ് ഇത്രേ ഉള്ളൂ. പിന്നെ ഒരു ഡ്രസ്സ് കൂടി ഉണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യണത്. അതും ഓണത്തിന് വേണ്ടിയിട്ട് ഇവരെ കസിൻസിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്ന ഇതാണ്. ഇതിൻ്റെ ബാക്കിലെ ബോൻ്റെ എൻഡിൽ നമ്മളൊരു ചെറിയൊരു കൊളുത്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ സൈഡ് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ടോപ്പിൻ്റെ താഴ്ഭാഗത്തും ലേസ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്കിനും ലേസ് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നെക്കിൻ്റെ ലേസ് ബാക്ക് പാർട്ടിൽ നമ്മൾ ആ വീനക്ക് കൊടുത്തില്ല, അവിടേക്ക് കൊണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ലേസ്. ഇത് ഇങ്ങനെ ചെയ്തിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇവരിട്ടിട്ട് നമുക്ക് ഫോട്ടോസ് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് ലാസ്റ്റ്. പട്ടുപാവാട എപ്പോഴും ഒറ്റ കളറിൽ ചെയ്യുന്നതിനേക്കാളും ഭംഗി ഓപ്പോസിറ്റ് 2 കളറിൽ ചെയ്യുന്നതാണ്. പിന്നെ ഇതിന് പ്രത്യേക ഒരു ഭംഗി തോന്നുന്നത് അതിൻ്റെ ബോർഡറിലൊക്കെ നമ്മൾ ആ മിറർ ലേസ് കൂടി ആഡ് ചെയ്തപ്പോഴായിരുന്നു. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ വീഡിയോസ് ഇത്രേ ഉള്ളൂ. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ കൂടെ പോലെ കസിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പിന്നെ കാണിക്കുന്നത്. അത് ഞാൻ ആ നെക്കിൻ്റെ ഭാഗം മാത്രമാണ് കാണിക്കുന്നത്. അത് സ്ലീവ് ഇല്ലാത്തൊരു മോഡലായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഷോൾഡറിൽ തന്നെ വലിയൊരു പട്ട കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പട്ടൻ്റെ എൻഡിൽ മാത്രം നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടോപ്പിന് വേണ്ടിയിട്ട് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ തന്നെ ബോഡി പാർട്ടിൽ ഈ ഒരു ഷോൾഡർ ഒഴിവാക്കിയിട്ടാണ് മെഷർമെൻറ്റ് എടുക്കൽ. അപ്പോൾ ഈ ഷോൾഡർ ടൈമിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ 2 സൈഡിലും ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗം വരൽ. ഈ ഒരു ഭാഗം ഞാൻ ലൈനിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ ബോഡി പാർട്ടിൽ വെക്കുമ്പോൾ മേലത്തെ മെയിൻ ക്ലോത്തുമ്മൽ ആദ്യം വെച്ചിട്ട് താഴ്ത്തി വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ ലൈനിങ് ഇട്ടിട്ട് പിന്നെ നെക്കിൻ്റെ അവിടെയും പിന്നെ സ്ലീവിൻ്റെ ആ ആം ഹോളിൻ്റെ അവിടെയൊക്കെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് ഇത് മറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. സ്ലീവിന് പകരം പട്ട വെക്കുമ്പോഴും പിന്നെ കയറ് വെക്കണമെങ്കിലൊക്കെ ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കൽ. ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കണം, അല്ലാതെ നമ്മൾ നെക്ക് ലെങ്ത്ത് കൂടിപ്പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഉൾഭാഗത്തേക്ക് നമ്മളെ തുമ്പൊക്കെ പോകുന്നതുകൊണ്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇതിൽ നമ്മൾ എക്സ്ട്രാ ലേസുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. എന്നാലും ഇത് ഒരു നല്ലൊരു കളർ കോംബോ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ലൊരു മോഡലും ആയിരുന്നു. ഇതുപോലെ റെഫറൻസ് പിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ സ്കേർട്ട് വരുന്നത് നല്ലൊരു യെല്ലോ കളറായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ഇതിൻ്റെ ബോർഡർ ഈ ഒരു ടോപ്പിൻ്റെ ക്ലോത്ത് കൊണ്ട് ബോർഡർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു 3 ഇഞ്ചിൽ. അപ്പോൾ വീഡിയോസ് ഇത്രേ ഉള്ളൂ. പിന്നെ 2 ഡ്രസ്സിൻ്റെ കൂടെ നമ്മൾ ഹെയർ ആക്സസറീസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇങ്ങനെ മോഡലുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കസ്റ്റമർ ഇട്ടിട്ട് ഫോട്ടോ കൂടി അയച്ചെന്ന് പറയുമ്പോൾ നമുക്ക് അതിനേക്കാളും സന്തോഷമാവും. അപ്പോൾ നമുക്ക് ഇത് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണിക്കുന്നത്.